കഥയുടെ തുടക്കത്തിൽ തന്നെ നമ്മുടെ കഥാനായകനായ ഡാനിയെ കാണാം. ഡാനി ഒരു മനുഷ്യനാണെങ്കിൽ കൂടി ബാർട്ട് എന്ന ക്രൂരനായ ഈ ഗാങ്സ്റ്റർ ഡാനിയെ ചെറുപ്പം മുതലേ ഒരു പട്ടിയെ വളർത്തുന്നത് പോലെയാണ് വളർത്തിയത്. അതായത് ഡാനിയുടെ കഴുത്തിൽ പട്ടികൾക്കൊക്കെ ഇട്ടുകൊടുക്കുന്ന കോളർ കാണാം. ഗാങ്സ്റ്റർ ഡാനിയുടെ കഴുത്തിലുള്ള കോളർ അഴിക്കുകയാണെങ്കിൽ ഡാനി ഗാങ്സ്റ്ററിന്റെ ശത്രുക്കളെയെല്ലാം ഇടിച്ചു പന്നിക്കിടും. ചെറുപ്പം മുതലേ ഗാങ്സ്റ്റർ ഡാനിയെ അങ്ങനെ വളർത്തിയത് കൊണ്ട് തന്നെ ഡാനിക്ക് സാധാരണ മനുഷ്യരെ പോലെ ഫീലിംഗ്സോ ഇമോഷൻസോ ഒന്നുമില്ല. ഗാങ്സ്റ്റർ ബാർട്ടിന്റെ വെയർഹൌസിൽ പട്ടിക്കൂട് പോലുള്ള ഒരു മുറിയുണ്ട്. അവിടെയാണ് ഡാനി താമസിക്കുന്നത്. ഡാനി തന്റെ ഇഷ്ടപ്രകാരം പുറത്ത് ഇറങ്ങത്തൊന്നുമില്ല. അവര് വന്ന് തുറന്നാൽ മാത്രമേ ഡാനി പുറത്തിറങ്ങത്തുള്ളൂ. അതായത് ലിറ്ററലി ഒരു ട്രെയിൻഡ് ഡോഗ് എങ്ങനെയാണോ പെരുമാറുന്നത് അതുപോലെയാണ് ഡാനിയുടെ പെരുമാറ്റം. എന്നാൽ ഡാനിയെ ഇതുവരെ ഒരാൾ പോലും പരാജയപ്പെടുത്തിയിട്ടില്ല. അത് തന്നെയാണ് ഗാങ്സ്റ്റർ ബാർട്ടിന്റെ ശക്തി. ഡാനി കൂടെയുള്ളത് കൊണ്ട് അദ്ദേഹം ഒരുപാട് നേടുന്നുണ്ട്. ഒരു ദിവസം ഡാനിക്ക് പുറത്തുനിന്ന് ഒരു പുസ്തകം കിട്ടി. അത് നഴ്സറി കുട്ടികളുടെ ABCD ഒക്കെയുള്ള പുസ്തകമാണ്. ആ ബുക്കിൽ K ഫോർ കിസ്, L ഫോർ ലവ് എന്നൊക്കെ കാണാം. അതിന്റെയൊക്കെ ചിത്രവുമുണ്ട്. എന്നാൽ അതൊക്കെ എന്താണ് എന്ന് പോലും ഡാനിക്ക് അറിയത്തില്ല. കാരണം തന്റെ ജീവിതത്തിൽ ഇതൊന്നും ഇതുവരെ ഡാനി എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. എന്നാൽ P ഫോർ പിയാനോ എന്ന് ഡാനി കണ്ടു. അതായത് പിയാനോന്റെ ചിത്രം കണ്ടപ്പോൾ ഡാനി അത് തന്നെ കണ്ണെടുക്കാതെ നോക്കുകയാണ്. ഒരു ദിവസം ഗാങ്സ്റ്റർ ബാർട്ട് ഒരു ബിസിനസ് ഡീൽ ചെയ്യാനായി ഡാനിയെ കൂട്ടി റാഫിൾസ് എന്ന മറ്റൊരു ഗാങ്സ്റ്ററിനെ കാണാനായി ചെല്ലുകയാണ്. റാഫിൾസ് ബാർട്ടിനോട് ഡാനിയെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കുകയാണ്. അതായത് ഒരു മനുഷ്യനെ താങ്കൾ പട്ടിയെ ട്രെയിൻ ചെയ്യുന്നത് പോലെ ട്രെയിൻ ചെയ്ത് വളർത്തി അല്ലെ? ഇവനെ കുറിച്ച് ഞാൻ ധാരാളം കേട്ടിട്ടുണ്ട്. അവന്റെ കഴുത്തിലുള്ള കോളർ അഴിച്ചാൽ അവൻ നീ പറയുന്നത് എന്തും ചെയ്യും അല്ലെ? നമ്മളെ എല്ലാവരെയും അവൻ കൊല്ലും അല്ലെ? അപ്പോൾ ബാർട്ട് പറയാണ്, അതെ, നിന്നെയൊന്നും ഒരുത്തനും ജീവനോടെ കാണത്തില്ല. അപ്പോൾ റാഫിൾസ് പറയാണ്, അതിന് നീ അവന്റെ കോളർ അഴിച്ചാലല്ലേ പ്രശ്നമുള്ളൂ. ശേഷം റാഫിൾസിന്റെ ആൾക്കാർ ബാർട്ടിനെ പിടിച്ചു വെച്ച് തല്ലുകയാണ്. നമ്മുടെ ഡാനി ഇത് നോക്കി നിൽക്കുകയാണ്. കാരണം ഡാനിയുടെ കഴുത്തിൽ കോളർ അഴിച്ചിട്ടില്ല. ബാർട്ട് ഒച്ചത്തിൽ ഡാനിയെ രക്ഷിക്ക്, ഇവന്മാരെയൊക്കെ കൊല്ലു എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ കൂടി ഡാനിക്ക് എന്താണ് ചെയ്യേണ്ടത് എന്ന് അറിയാതെ നോക്കി നിൽക്കുകയാണ്. റാഫിൾസ് തന്റെ ഗുണ്ടകളോട് മാസ്റ്ററിനെ കൊന്നു കഴിഞ്ഞതിന് ശേഷം ഈ പട്ടിയെ കൂടി കൊന്നുകളഞ്ഞേക്ക് എന്ന് പറഞ്ഞ് യൂസഫ് എന്ന ഒരാളുമായി ബിസിനസ് ചെയ്യാനായി ചെന്നു. പക്ഷെ റാഫിൾസ് പോയതിനു ശേഷം എന്താണ് സംഭവിച്ചത് എന്ന് ചോദിച്ചാൽ ഗാങ്സ്റ്റർ ബാർട്ട് ഗുണ്ടകളെ തിരിച്ചു തല്ലുകയും പെട്ടെന്ന് എഴുന്നേറ്റ് വന്ന് ഡാനിയുടെ കഴുത്തിലുള്ള കോളർ അഴിക്കുകയും ചെയ്തു. ഒന്നിനെയും വെറുതെ വിടേണ്ട, എല്ലായിടത്തിനെയും കൊന്നു കളഞ്ഞേക്ക്. അതിനുശേഷം നമ്മൾ കാണുന്നത് ഡാനിയുടെ ഒരു ഉഗ്രൻ ഫൈറ്റ് ആണ്. ഒരുത്തരും ഡാനിയെ തൊടാൻ പോലും കഴിയുന്നില്ല. അവസാനം യൂസഫുമായി ബിസിനസ് ചെയ്യുന്ന റാഫിൾസിനെയും ഡാനി തല്ലി ചതക്കുകയാണ്. റാഫിൾസിന്റെ കൂടെ ബിസിനസ് ചെയ്യാനായി വന്ന യൂസഫ് എന്ന ഇദ്ദേഹം ഈ ഫൈറ്റ് ആസ്വദിച്ച് കാണുകയാണ്. അദ്ദേഹം ഡാനിയുടെ ഫൈറ്റിംഗ് സ്കിൽസ് കണ്ട് അത്ഭുതപ്പെട്ടു. ഫൈറ്റ് ഒക്കെ കഴിഞ്ഞതിനു ശേഷം ബാർട്ട് ഡാനിയുടെ കഴുത്തിൽ കോളർ ധരിച്ചു കൊടുത്തു. ഗാങ്സ്റ്റർ ബാർട്ടിന് ഇപ്പോൾ ഡാനിയോട് നല്ല ദേഷ്യമുണ്ട്. നീ ഒരു പട്ടിയാണെന്ന് വെച്ച് അല്പം കോമൺ സെൻസ് വേണ്ടേ? അവന്മാര് എന്നെ കൊല്ലാനായി പോകുമ്പോൾ അത് നോക്കി നിൽക്കുന്നു കഴുത. അങ്ങനെ ഡാനിയെ അദ്ദേഹം ഒരുപാട് ചീത്ത പറഞ്ഞു. അതിനുശേഷം അവര് മറ്റൊരു ബിസിനസ് ചെയ്യാനായി ഒരു ആന്റിക് വെയർഹൌസിൽ ചെല്ലുകയാണ്. അവിടെ ഗാങ്സ്റ്റർ ബാർട്ടുമായി ബിസിനസ് ചെയ്യാനായി വേറെ ഗാങ്സ്റ്റേഴ്സ് എത്തിയിട്ടുണ്ട്. പക്ഷെ ഈ ഡീല് വയലൻസ് ഇല്ലാതെ കൈകാര്യം ചെയ്യാനാണ് ഗാങ്സ്റ്റർ ബാർട്ടിന്റെ പ്ലാൻ. അതുകൊണ്ട് അദ്ദേഹം ഡാനിയെ അകത്തേക്ക് കൂട്ടുന്നില്ല. പക്ഷെ എന്തെങ്കിലും പ്രശ്നം അകത്ത് വെച്ചുണ്ടായാൽ ഞാൻ ഈ റിമോട്ട് ക്ലിക്ക് ചെയ്യും. അപ്പോൾ ഈ മെഷീനിൽ റെഡ് ലൈറ്റ് കത്തും. അപ്പോൾ നീ അകത്തേക്ക് വരണം എന്നൊക്കെയാണ് ഗാങ്സ്റ്റർ ഡാനിയോട് പറയുന്നത്. എന്നാൽ ഡാനി അദ്ദേഹം പറയുന്നതൊന്നുമല്ല ശ്രദ്ധിക്കുന്നത്. ഡാനി ആ ആന്റിക് വെയർഹൌസിൽ ഒരു പിയാനോ കണ്ടു. ഡാനി അതാണ് ശ്രദ്ധിച്ചു നോക്കുന്നത്. താൻ പറയുന്നതൊന്നും ഡാനി ശ്രദ്ധിക്കാത്തത് കൊണ്ട് ബാർട്ട് വീണ്ടും ഡാനിയെ ചീത്ത പറഞ്ഞ് കാര്യങ്ങളൊക്കെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുകയാണ്. ശേഷം ആ വാർണിംഗ് റെഡ് ലൈറ്റ് മെഷീൻ അവിടെ തൂക്കി വെച്ചിട്ട് അവരകത്തേക്ക് പോവുകയാണ്. ഡാനി അവിടെ തന്നെ നിന്ന് ആ മെഷീനിൽ റെഡ് ലൈറ്റ് കത്തുന്നുണ്ടോ എന്ന് നോക്കി നിൽക്കുകയാണ്. പക്ഷെ ഡാനിക്ക് ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല. കാരണം ഡാനിയുടെ ശ്രദ്ധ മുഴുവനും അവിടെയുള്ള പിയാനോയിലാണ്. ഡാനി ആ പിയാനോയുടെ അടുത്ത് ചെന്ന് അത് പ്ലേ ചെയ്യാനായി ശ്രമിക്കുകയാണ്. അപ്പോൾ അവിടെ സാം എന്ന ഒരാളെത്തി. കാഴ്ചയില്ലാത്ത ഒരാളാണ് സാം. അദ്ദേഹം കേടായ ആ പിയാനോ നന്നാക്കാൻ വന്നതാണ്. സാമിനെ കണ്ടപ്പോൾ ഡാനി പേടിച്ച് പെട്ടെന്ന് ആ റെഡ് ലൈറ്റ് മെഷീനിൽ നോക്കാനായി ചെന്നു. കാഴ്ചയില്ലാത്ത സാം എന്നാൽ ഡാനിയോട് തന്നെ പരിചയപ്പെടുത്തുകയാണ്. അദ്ദേഹം ആ പിയാനോ ട്യൂൺ ചെയ്ത് നന്നാക്കാൻ വന്നതാണ്. വിരോധമില്ലെങ്കിൽ നീ എന്നെ സഹായിക്കുമോ എന്ന് ഡാനി ചോദിച്ചു. അപ്പോൾ ഡാനി സാമിനെ സഹായിക്കാനായി ചെന്നു. ഞാൻ പിൻവശത്ത് നിന്ന് കീസ് ടൈറ്റ് ചെയ്യും. അപ്പോൾ നീ ഈ കീ പ്രസ്
റിലാക്സ് ചെയ്തുകൊണ്ട് നിൽക്കണം എന്നാണ് സാം പറഞ്ഞത്. അദ്ദേഹം പറയുന്നത് പോലെ ഡാനി ചെയ്യുന്നുമുണ്ട്. അതിനുശേഷം സാം ഡാനിക്ക് പിയാനോയിലെ ചില ബേസിക് നോട്ട്സ് പഠിപ്പിച്ചു കൊടുത്തു. അപ്പോൾ ഡാനിക്ക് ഒരുപാട് സന്തോഷമായി. ഡാനിക്ക് പിയാനോ ഭയങ്കരമായി ഇഷ്ടപ്പെട്ടു. എന്റെ ആഗ്രഹം വലിയ ഒരു മ്യൂസീഷ്യൻ ആവണം എന്നായിരുന്നു. പക്ഷെ ജീവിതമല്ലേ, നമ്മൾ ആഗ്രഹിക്കുന്നതെല്ലാം നടക്കണമെന്നില്ലല്ലോ എന്നൊക്കെ സാം ഡാനിയോട് പറയുന്നുണ്ട്. എന്റെ പേര് സാം എന്ന് പറഞ്ഞ് സാം ഡാനിക്ക് കൈ കൊടുത്തു. നിന്റെ പേരെന്താണ് എന്ന് സാം ചോദിച്ചപ്പോൾ ഡാനി തന്റെ പേര് പറയാൻ തയ്യാറല്ലായിരുന്നു. എന്താണ് ഒരു ശബ്ദം കേൾക്കുന്നത് എന്ന് സാം ഡാനിയോട് ചോദിച്ചു. പെട്ടെന്ന് ഡാനിക്ക് മെഷീൻ ഓർമ്മ വന്നു. അപ്പോൾ അതിൽ വാർണിംഗ് റെഡ് ലൈറ്റ് കത്തുന്നത് കാണാം. പെട്ടെന്ന് തന്നെ ഡാനി അകത്തേക്ക് ഓടി ചെല്ലുകയാണ്. എന്നാൽ അപ്പോഴേക്കും റൈവൽ ഗാങ്സ്റ്റേഴ്സ് നമ്മുടെ ബാർട്ട് ഗാങ്സ്റ്ററിനെയും സംഘത്തെയും ഇടിച്ച് പന്നിക്കിട്ട് സ്ഥലം വിട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ബാർട്ടിന് ഡാനിയോട് കൂടുതൽ ദേഷ്യമായി. നിന്നെ ഞാൻ കൊന്നു പട്ടികൾക്ക് ഇട്ടുകൊടുക്കുമെന്നൊക്കെ വളരെയധികം ദേഷ്യത്തോടെ ബാർട്ട് ഡാനിയോട് പറയുന്നുണ്ട്. ആ ദിവസം ഗാങ്സ്റ്റർ ബാർട്ടിനെ കാണാനായി യൂസഫ് എത്തുകയാണ്. അദ്ദേഹം ബാർട്ടിനോട് ഡാനിയെ കുറിച്ച് പുകഴ്ത്തി സംസാരിക്കുകയാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും ഹൈലി സ്കിൽഡ് ആയിട്ടുള്ള ഫൈറ്ററിനെ കാണുന്നത്. ഞാൻ നിങ്ങളെ ഇവിടെ കാണാനായി വന്നത് ഒരു ബിസിനസ് സംസാരിക്കാനാണ്. ഞാനിപ്പോൾ നല്ല മൂഡിലല്ല, താൻ പോയിട്ട് പിന്നെ വാ എന്ന് യൂസഫിനോട് ബാർട്ട് പറയുകയാണ്. അപ്പോൾ യൂസഫ് പറയാണ്, താങ്കൾക്ക് ഒരിക്കലും നിരസിക്കാനാവാത്ത $1 മില്യൺ ഓഫറുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ തന്നെ അദ്ദേഹത്തോട് ബാർട്ട് ഇരിക്കാനായി പറഞ്ഞു. സോ സംഭവം വേറൊന്നുമല്ല, ഇല്ലീഗലായിട്ട് നടക്കുന്ന ഒരു ഫൈറ്റിംഗ് ടൂർണമെന്റ് ഉണ്ട്. അതിൽ വിജയിക്കണമെങ്കിൽ എതിരാളിയെ കൊല്ലണം, എന്നാലേ വിജയിക്കൂ. അത് വിജയിച്ചാൽ ബെറ്റ് വെച്ച തുക മുഴുവനും വിന്നറിന് ലഭിക്കും. സോ മില്യൺസ് ഓഫ് ഡോളേഴ്സിന്റെ ബെറ്റാണ് അവിടെ നടക്കുക. സോ നിങ്ങളുടെ ഫൈറ്ററിന് തീർച്ചയായിട്ടും അതിൽ വിജയിക്കാൻ കഴിയും എന്നൊക്കെയാണ് യൂസഫ് ഗാങ്സ്റ്റർ ബാർട്ടിനോട് പറയുന്നത്. പക്ഷെ ആ ഫൈറ്റിൽ നിങ്ങളുടെ ഫൈറ്ററിന് സെലക്ഷൻ കിട്ടണമെങ്കിൽ നിങ്ങളുടെ ഫൈറ്റർ ആദ്യം എന്റെ ചാമ്പ്യനെ പരാജയപ്പെടുത്തണം. അപ്പോൾ ഇതാണ് യൂസഫിന്റെ നിലവിലെ ചാമ്പ്യൻ. കഴിഞ്ഞ 15 മത്സരവും പരാജയപ്പെടാതെ വിജയിച്ച വളരെ ക്രൂരനായ അപകടകാരിയായ ഫൈറ്റർ ആണ് ഇവൻ. അപ്പോൾ അവനെയാണ് ഡാനി തോൽപ്പിക്കേണ്ടത്. ഡാനിയുടെ കഴുത്തിലെ കോളർ ബാർട്ട് അയച്ചു. എന്നിട്ട് അവനെ കൊന്നു കളഞ്ഞേക്ക് എന്ന് ഡാനിയോട് പറയുകയാണ്. സോ ഡാനി വളരെ കൂളായിട്ട് റിങ്ങിലേക്ക് കയറുകയും കഴുത്തിൽ 3 പഞ്ച് ചെയ്ത് ഡാനി തന്റെ എതിരാളിയെ സെക്കൻഡുകൾ കൊണ്ട് കൊന്നു കളഞ്ഞു. ഇത് കണ്ട് യൂസഫും അവിടെയുള്ള എല്ലാവരും ഷോക്കായി. അവരൊക്കെ ഇംപ്രസ്ഡ് ആയി. ഡാനിയെ വെച്ച് അവര് ഒരുപാട് കാശ് സമ്പാദിക്കുമെന്ന സന്തോഷത്തിലാണ് അവരൊക്കെ. സോ ഇന്നലെ വരെ ഡാനിയെ കൊണ്ട് ബാർട്ടിന് വലിയ തലവേദനയും ദേഷ്യവുമാണ്. എന്നാൽ ഇന്ന് അദ്ദേഹത്തിന് ഒരുപാട് സന്തോഷമായി. ഇത് നമ്മൾക്ക് ആഘോഷിക്കണം. ഡാനി, നീ എന്നോട് ചോദിക്കും, നിനക്ക് എന്താണോ വേണ്ടത് അത് ഇന്ന് ഞാൻ വാങ്ങിത്തരാം. അപ്പോൾ അവര് ആ ആന്റിക് വെയർഹൌസിലെ കൂടിയാണ് പാസ് ചെയ്തു പോയത്. അത് ഡാനി കണ്ടു. അപ്പോൾ ബാർട്ട് ഡാനിയോട് എന്താണ് വേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ ഇതുവരായിട്ടും ഡാനി അദ്ദേഹത്തോട് ഒരു ആവശ്യം പോലും പറഞ്ഞിട്ടില്ല. എന്നാൽ ഇന്ന് ഡാനി ആദ്യമായിട്ട് അദ്ദേഹത്തോട് തനിക്ക് എന്താണ് വേണ്ടത് എന്ന് പറഞ്ഞു. എനിക്ക് ഒരു പിയാനോ ആണ് വേണ്ടത്. എന്ത് പിയാനോവാ? ഡാനി, ഞാൻ നിനക്ക് വേണമെങ്കിൽ ഏറ്റവും മികച്ച ലോബ്സ്റ്റർ കഴിക്കാനായി വാങ്ങിച്ചു തരാം. അല്ലെങ്കിൽ വേണ്ട, നിനക്ക് ഏറ്റവും സുന്ദരിയായ ഒരു പെണ്ണിനെ ഇന്ന് രാത്രി കൊണ്ടുതരാം. നീ ഇതുവരെ ഒരു പെണ്ണിന്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ ഡാനിക്ക് അതൊന്നും വേണ്ട. ഡാനി വീണ്ടും വീണ്ടും പിയാനോ പിയാനോ എന്ന് തന്നെയാണ് പറയുന്നത്. I want a piano. Danny, you're starting to piss me off. I want a piano. എന്നാൽ ഗാങ്സ്റ്റർ ഡാനിക്ക് പിയാനോ വാങ്ങിച്ചു കൊടുക്കാനൊന്നും തയ്യാറല്ല. ഈ സമയം അവര് സഞ്ചരിച്ച കാറിൽ ഒരു ട്രക്ക് വന്ന് ഇടിക്കുകയാണ്. ശേഷം ഗാങ്സ്റ്റർ ബാർട്ടിന്റെ ശത്രുക്കൾ അവിടെ എത്തി അവരുടെ കാറിന്റെ നേർക്ക് നിർത്താതെ ഷൂട്ട് ചെയ്തു. ആ വെടിവെപ്പിൽ ഗാങ്സ്റ്ററും അദ്ദേഹത്തിന്റെ ഡ്രൈവറും കൊല്ലപ്പെട്ടു. എന്നാൽ നമ്മുടെ ഡാനിക്ക് ഒറ്റൊരു ബുള്ളറ്റ് മാത്രമാണ് കൊണ്ടത്. അതായത് ഡാനി ജീവനോടെ രക്ഷപ്പെട്ടു. വെടിയേറ്റ ഡാനി നേരെ ചെന്നത് സാമിനെ കാണാനായിട്ടാണ്. അദ്ദേഹത്തിന് എന്നാൽ കാഴ്ചയില്ലാത്തത് കൊണ്ട് ഡാനിക്ക് വെടിയേറ്റ കാര്യം അദ്ദേഹത്തിന് അറിയത്തില്ല. എന്നാൽ ഡാനി വീഴുന്ന ശബ്ദം അദ്ദേഹം കേട്ടു. സോ ഇവിടെ ഡാനി ആണെങ്കിൽ പെട്ടെന്ന് ഞെട്ടി എഴുന്നേൽക്കുകയാണ്. ഡാനി ഇപ്പോൾ നല്ലൊരു കിടക്കയിലാണ് കിടക്കുന്നത്. തന്നെ ആരാണ് ഇവിടെ കൊണ്ടുവന്നത് എന്നൊന്നും ഡാനിക്ക് മനസ്സിലാകുന്നില്ല. അപ്പോൾ ഇത് സാമിന്റെ വീടാണ്. അതേ മുറിയിലേക്ക് ഡാനിക്ക് ഭക്ഷണവുമായി വന്നു. എന്നാൽ പേടിച്ചിട്ട് ഡാനി കട്ടിലെ അടിയിൽ ഒളിക്കുകയാണ്. എനിക്കറിയാം, പെട്ടെന്ന് പരിചയമില്ലാത്ത സ്ഥലത്തുനിന്ന് കണ്ണു തുറന്നാൽ ആർക്കായാലും പേടിയുണ്ടാവും. സാരമില്ല, മോന് ഭക്ഷണം കഴിക്ക്, ഞാൻ ശല്യം ചെയ്യുന്നില്ല. അപ്പോൾ ഡാനി കട്ടിലെ അടിയിൽ നിന്ന് ഭക്ഷണം എടുക്കുന്നത് കാണാം. സാം പിയാനോ വായിക്കുന്നത് കേട്ട് ഡാനി മുറിയുടെ പുറത്തേക്ക് വന്നു. എന്നാൽ പെട്ടെന്ന് ആ വീട്ടിലേക്ക് ഒരു പെൺകുട്ടി കയറി വരികയാണ്. സോ അത് സാമിന്റെ മകൾ വിക്ടോറിയാണ്. ഒരുപാട് സംസാരിക്കുന്ന നല്ല മനസ്സുള്ള ഒരു പെൺകുട്ടിയാണ് വിക്ടോറിയ. പുള്ളിക്കാരി ഡാനിയെ കണ്ടപ്പോൾ ഹേയ് നീ ഓക്കെ ആണോ എന്നൊക്കെ ചോദിച്ചെങ്കിലും ഡാനി പേടിച്ചിട്ട് മുറിയിൽ കയറി വാതിലടച്ചു. അച്ഛാ, അവന് നല്ല പേടിയുണ്ട്. അവൻ എന്താണ് ഇഷ്ടം? വരക്കാനാണോ വായിക്കാനാണോ എന്തെങ്കിലും അച്ഛന് അറിയുമോ? അതൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ അവന് മ്യൂസിക് ഇഷ്ടമാണ് എന്ന് തോന്നുന്നു എന്ന് സാം മകളോട്
മകളോട് പറയുകയാണ്. അപ്പോൾ വിക്ടോറിയ ഒരു പിയാനോവുമായി ഡാനിയെ കാണാനായി മുറിയിലേക്ക് ചെല്ലുകയാണ്. അപ്പോഴും ഡാനി പേടിച്ചിട്ട് കട്ടിലിന്റെ അടിയിൽ ഒളിച്ചിരിക്കുകയാണ്. എന്റെ പേര് വിക്ടോറിയ, സാമിന്റെ മകളാണ് ഞാൻ. ഇത് എന്റെ പിയാനോ ആണ്. അച്ഛൻ എന്നോട് നിനക്ക് മ്യൂസിക് ഭയങ്കര ഇഷ്ടമാണ് എന്ന് പറഞ്ഞു. ഇന്ന് മുതൽ നിനക്ക് ഈ കീബോർഡിൽ മ്യൂസിക് പ്ലേ ചെയ്യാം. ഞാൻ അടുക്കളയിലേക്ക് അച്ഛനെ ഡിന്നർ തയ്യാറാക്കാൻ സഹായിക്കാനായി പോവുകയാണ്. വിരോധമില്ലെങ്കിൽ നിനക്കും ജോയിൻ ചെയ്യാം. അല്ല നിനക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഭക്ഷണം ഞാൻ മുറിയിൽ കൊണ്ടുതരാം. സോ ഇവിടെ സാമും വിക്ടോറിയയും ഭക്ഷണം കഴിക്കാനായി ഇരുന്നു. അപ്പോൾ ഡാനി മുറിയുടെ കതക് തുറന്ന് വിക്ടോറിയ നൽകിയ പിയാനോ കെട്ടിപ്പിടിച്ച് ഭയത്തോടെ ഭക്ഷണം കഴിക്കാനായി വരികയാണ്. പേടിക്കേണ്ട, സ്വന്തം വീടാണെന്ന് കരുതിക്കോളൂ. വാ ഇവിടെ വന്നിരിക്കെ, നമുക്ക് ഒന്നിച്ച് ഡിന്നർ കഴിക്കാം. ഡാനിക്ക് വിക്ടോറിയ ഭക്ഷണം വിളമ്പിക്കൊടുത്തു. അപ്പോൾ പ്ലേറ്റിൽ ബ്രെഡ് കണ്ടപ്പോൾ ഡാനി അത് സ്പൂണാണ് എന്ന് കരുതി അത് വെച്ച് ഭക്ഷണം കഴിക്കുകയാണ്. അപ്പോൾ വിക്ടോറിയ ഡാനിക്ക് സ്പൂണ് കാണിച്ചു കൊടുത്ത് അത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നൊക്കെ കാണിച്ചു കൊടുക്കുകയാണ്. എന്നാൽ ഡാനിക്ക് ഇഷ്ടം പാത്രം വായിൽ വെച്ച് വലിച്ചു കുടിക്കാനാണ്. അവര് തമാശയ്ക്ക് പറയുമ്പോൾ ഡാനി ചിരിക്കാനേ തുടങ്ങി. അവര് അപകടകാരികളല്ല, സ്നേഹമുള്ളവരാണ് എന്ന് ഡാനിക്ക് മനസ്സിലായി. അവരെ ഡാനിക്ക് ഒരുപാട് ഇഷ്ടമായി. അതേപോലെ അവരോട് ഡാനി തന്റെ പേര് പറയുകയും ചെയ്തു. My name is Danny. ഡാനിക്ക് മുറിവേറ്റ സ്ഥലത്ത് സാം ബാൻഡേജ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോഴാണ് അദ്ദേഹം ഡാനിയുടെ കഴുത്തിൽ കോളർ ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നത്. നിന്റെ കഴുത്തിൽ എന്താണുള്ളത് എന്ന് ചോദിച്ച് അത് സാം തൊടാനായി ശ്രമിച്ചപ്പോൾ ഡാനി അദ്ദേഹത്തെ തടഞ്ഞു. ഡാനിക്ക് ഭയമാണ്, തന്റെ കഴുത്തിലെ കോളർ അയച്ചാലും താൻ വയലന്റ് ആവുമെന്ന്. ഇവിടെ വിക്ടോറിയ സ്കൂളിലേക്ക് കൊണ്ടാക്കാനായി സാം പോകുമ്പോൾ അവരുടെ കൂടെ ഡാനിയും പോകുന്നുണ്ട്. വിക്ടോറിയ സ്കൂളിലേക്ക് പോകുമ്പോൾ അച്ഛനോട് ബൈ പറഞ്ഞ് കിസ് കൊടുത്തു. അതേപോലെ ഡാനിക്കും വിക്ടോറിയ കിസ് കൊടുക്കുന്നുണ്ട്. തന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഡാനിക്ക് കിസ് കിട്ടുന്നത്. സാം ഡാനിയെ കൂട്ടി സൂപ്പർ മാർക്കറ്റിൽ ചെന്നു. അവിടുത്തെ കാഷ്യർ ആണ് മാഡി എന്ന ഈ സ്ത്രീ. പുള്ളിക്കാരിയെ സാം ഡാനിക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. എന്നാൽ അപരിചിതരെ കാണുമ്പോഴൊക്കെ ഡാനിക്ക് പേടിയാണ്. സാം ഡാനിയോട് നിന്നെ ഞാൻ കുക്കിംഗ് പഠിപ്പിക്കാനായി പോവുകയാണ് എന്ന് പറഞ്ഞപ്പോൾ ഡാനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം ഡാനി ഇതുവരെ പാചകം ചെയ്തിട്ടില്ല. ഫ്രൂട്ട്സ് എങ്ങനെയാണ് സെലക്ട് ചെയ്യേണ്ടത്, അത് നല്ലതാണോ മോശമാണോ എന്നൊക്കെ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് എന്നൊക്കെ സാം ഡാനിയെ പഠിപ്പിക്കുന്നുണ്ട്. വീട്ടിലെത്തിയതിനു ശേഷം സാം ഡാനിയെ കുക്ക് ചെയ്യാനായി പഠിപ്പിക്കാനായി പോവുകയാണ്. ഷെൽഫിൽ നിന്ന് പാത്രം എടുക്കുക എന്ന് സാം പറഞ്ഞു. അതെടുക്കാനായി ഡാനി ചെന്നപ്പോൾ ആ ഷെൽഫിന്റെ സൈഡിലായിട്ട് ഒരുപാട് ഫോട്ടോസ് ഡാനി കാണുകയാണ്. അത് സാമിന്റെ ഫാമിലി ഫോട്ടോസ് ആണ്. അവരെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഡാനിക്ക് സാം പറഞ്ഞു കൊടുക്കുകയാണ്. വിക്ടോറിയ എന്റെ മകളല്ല, ഇതാണ് അവളുടെ അച്ഛൻ. എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു വിക്ടോറിയന്റെ അച്ഛൻ. എന്നാൽ അവൻ മരണപ്പെട്ടു. വിക്ടോറിയയുടെ അമ്മയും എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു. അവളുടെ അച്ഛന്റെ മരണത്തിന് ശേഷം ഞാൻ അവളുടെ അമ്മയെ വിവാഹം ചെയ്തു. പക്ഷേ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ഒരു കാർ ആക്സിഡന്റിൽ അവളും മരണപ്പെട്ടു. ആ ആക്സിഡന്റിലാണ് എന്റെ കാഴ്ച നഷ്ടപ്പെട്ടത്. ഇതൊക്കെ വിക്ടോറിയക്ക് അറിയാം. ഞാൻ അവളുടെ യഥാർത്ഥ അച്ഛൻ അല്ലെങ്കിൽ കൂടി അവൾ എന്നെ ഇതുവരെ അങ്ങനെ കണ്ടിട്ടില്ല. സ്വന്തം അച്ഛന്റെ സ്ഥാനത്ത് തന്നെയാണ് അവൾ എന്നെ കാണുന്നത്. നിനക്ക് ഫാമിലി ഉണ്ടോ എന്ന് സാം ഡാനിയോട് ചോദിച്ചപ്പോൾ എനിക്ക് അറിയത്തില്ല എന്നായിരുന്നു ഡാനിയുടെ മറുപടി. ഇവിടെ വിക്ടോറിയ സ്കൂളിൽ നിന്ന് കൂട്ടിവരാൻ സാം ഡാനിയെ തനിച്ചയച്ചു. ഡാനി തനിച്ചു വന്നത് കണ്ട് വിക്ടോറിയ അത്ഭുതപ്പെട്ടു. വാ നമുക്ക് ഒരു സ്ഥലം വരെ പോകാമെന്ന് വിക്ടോറിയ പറഞ്ഞപ്പോൾ സാം എന്നോട് നേരെ വീട്ടിലേക്ക് വരാനാണ് പറഞ്ഞത് എന്ന് ഡാനി പറയുകയാണ്. എന്നാൽ വിക്ടോറിയ ഡാനിയുടെ കൈ പിടിച്ച് കൂട്ടിക്കൊണ്ടുപോവുകയാണ്. ഐസ്ക്രീം കഴിക്കാനായിട്ടാണ് അവര് പോയത്. ഡാനി ആദ്യമായിട്ടാണ് ഐസ്ക്രീം കാണുന്നത്. വാനില ഐസ്ക്രീം ആണ്. ഡാനിക്ക് അറിയത്തില്ല ഐസ്ക്രീം തണുപ്പുള്ളതാണ് എന്ന്. ഡാനി പെട്ടെന്ന് ഐസ്ക്രീം മുഴുവനായിട്ടും വായിലിട്ടു. വിക്ടോറിയ അപ്പോൾ ഡാനിക്ക് ഐസ്ക്രീം എങ്ങനെയാണ് കഴിക്കേണ്ടത് എന്നൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അവരങ്ങനെ വീട്ടിലേക്ക് പോകുമ്പോൾ അച്ഛൻ ചോദിച്ചാൽ നീ മിണ്ടരുത്, ഞാൻ പറഞ്ഞോളാം എന്നൊക്കെ വിക്ടോറിയ ഡാനിയോട് പറയുകയാണ്. എന്താണ് ലേറ്റ് ആയത് എന്നൊക്കെ സാം ചോദിച്ചപ്പോൾ അത് അച്ഛാ ബസ് മിസ്സായതാണ് എന്നൊക്കെ വിക്ടോറിയ കള്ളം പറഞ്ഞു. എന്നാൽ കാഴ്ച ശക്തിയില്ലാത്ത സാമിന് കേൾക്കാനും മണക്കാനും നല്ല ശക്തിയാണ്. വിക്ടോറിയയുടെ വായിൽ നിന്ന് വാനില ഐസ്ക്രീമിന്റെ മണം അദ്ദേഹത്തിന് കിട്ടി. ഡാനി ഐസ്ക്രീം എങ്ങനെയുണ്ട്, ടേസ്റ്റ് ഉണ്ടായിരുന്നോ എന്ന് സാം ഡാനിയോട് ചോദിച്ചപ്പോൾ തന്നെ ഡാനി സത്യമെല്ലാം തുറന്നു പറഞ്ഞു. ഡാനിക്ക് കള്ളം പറയാൻ അറിയത്തില്ല, അവൻ സത്യസന്ധനാണ്. രാത്രി വിക്ടോറിയ ഡാനിയെ പിയാനോ നോട്ട്സ് വായിക്കാനും അത് നോക്കി എങ്ങനെയാണ് പിയാനോ പ്ലേ ചെയ്യേണ്ടത് എന്നൊക്കെ പഠിപ്പിക്കുകയാണ്. വളരെ പെട്ടെന്ന് തന്നെ ഡാനി എല്ലാം പഠിച്ചെടുക്കുന്നുണ്ട്. കാരണം ഡാനിക്ക് പിയാനോ പഠിക്കാൻ നല്ല താല്പര്യം തന്നെയുണ്ട്. അവരങ്ങനെ ഒന്നിച്ച് പിയാനോ പ്ലേ ചെയ്യുകയാണ്. ആ മ്യൂസിക് കേട്ടപ്പോൾ ഉറങ്ങാൻ കിടന്ന സാമിനും സന്തോഷമായി. അടുത്ത ദിവസം സാം ഡാനിയെ കൂട്ടി സൂപ്പർ മാർക്കറ്റിൽ ചെന്നു. അപ്പോൾ ഡാനി ഒരു മെലോൺ കയ്യിലെടുത്തിട്ട് അത് നല്ലതാണോ ചീത്തയാണോ എന്നൊക്കെ മെലണിൽ മുട്ടി നോക്കുകയാണ്. സാം ആണെങ്കിൽ സൂപ്പർ മാർക്കറ്റിന്റെ മറ്റൊരു സൈഡിൽ നിന്ന് സാധനങ്ങൾ എടുക്കുകയാണ്. ഈ സമയം ആ സൂപ്പർ മാർക്കറ്റിൽ കുറച്ച് ഗുണ്ടകൾ വന്ന് തല്ലുണ്ടാക്കുകയാണ്. അവരുടെ കൈവശം ആയുധങ്ങളൊക്കെ ഉണ്ട്.
സാം ആളാകെ ഭയത്തിലായി. എന്നാൽ ഡാനി അതൊന്നും കാര്യമാക്കാതെ മെലൺ ചീത്തയാണോ നല്ലതാണോ എന്ന് നോക്കുകയാണ്. ഗുണ്ടകൾ അവിടുന്ന് പോയതിനു ശേഷം ഡാനി സാമിന്റെ അടുത്ത് വന്നിട്ട് ഇത് നല്ല മെലൺ ആണ് എന്ന് പറയുകയാണ്. സോ ഇവിടെ ഡാനി പാചകം ചെയ്യുമ്പോൾ സാം ഡാനിയോട് ഒരു കാര്യം ചോദിച്ചു. അതായത് ഇന്ന് സൂപ്പർ മാർക്കറ്റിൽ ഗുണ്ടകൾ വന്ന് പ്രശ്നമുണ്ടാക്കി. സാധാരണ ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ ആളുകൾ ഭയക്കും, നീ എന്തുകൊണ്ടാണ് ഭയക്കാത്തത്? അതിനവർ എന്റെ അടുത്തല്ലോ പ്രശ്നമാക്കിയത് എന്ന് ഡാനി മറുപടി കൊടുത്തു. പിന്നെ സാം ചോദിക്കാണ്, നിന്നെ ഞാൻ ഇവിടത്തേക്ക് കൊണ്ടുവന്ന ദിവസം നിനക്ക് സാരമായ പരിക്കുകൾ ഉണ്ടായിരുന്നു, അത് എങ്ങനെയാണ് സംഭവിച്ചത്? എന്റെ യജമാനോട് ഒരു പിയാനോ ചോദിച്ചതാണ് ഞാൻ. ഓഹോ, അപ്പോൾ നിന്റെ യജമാൻ എവിടെ? അദ്ദേഹം അന്ന് തന്നെ ആക്സിഡന്റിൽ മരണപ്പെട്ടു. സോ ഇനിയുള്ളത് അവരുടെ നാളുകളാണ്. സാം, വിക്ടോറിയ, ഡാനി അവരൊക്കെ നല്ല സന്തോഷത്തോടെ എൻജോയ് ചെയ്ത് ജീവിക്കുകയാണ്. ബോട്ടിങ്ങിന് പോയിട്ടും സിനിമക്ക് പോയിട്ടും അങ്ങനെ ഡാനി ഇപ്പോൾ വളരെയധികം ഹാപ്പിയാണ്. അവരുടെ ഫാമിലി ഫോട്ടോസ് വെച്ച സ്ഥലത്ത് അവര് ഡാനിയുടെ കൂടെയുള്ള ഫോട്ടോയും വെക്കുകയാണ്. അതായത് ഡാനിയും അവരുടെ കുടുംബത്തിലെ ഒരു അംഗമായി മാറി. ഒരു രാത്രി ഡാനി പിയാനോയിൽ ഒരു അടിപൊളി മ്യൂസിക് പ്ലേ ചെയ്യുകയാണ്. ഒരു ബിഗിനറിന് ഒരിക്കലും എളുപ്പത്തിൽ പ്ലേ ചെയ്യാൻ സാധിക്കാത്ത ഒരു മ്യൂസിക് ആണ് ഡാനി പ്ലേ ചെയ്യുന്നത്. അത് കേട്ട് അത്ഭുതപ്പെട്ട് വിക്ടോറിയ ഡാനിയുടെ മുറിയിൽ വന്നു. എവിടുന്നാണ് നീ ഇത് പഠിച്ചത്? എനിക്കറിയത്തില്ല, എന്റെ മൈൻഡിൽ ഈ മ്യൂസിക് ആണ് വരുന്നത്, അതാണ് ഞാൻ പ്ലേ ചെയ്തത് എന്ന് ഡാനി പറയുകയാണ്. നീ ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ ഉണ്ടായതുപോലെയല്ല, നീ ഇപ്പോൾ ഒരുപാട് മാറി, നീ മിടുക്കനായി എന്നൊക്കെ വിക്ടോറിയ ഡാനിയോട് പറയുന്നുണ്ട്. ഇനി ആകെ മാറാനുള്ളത് ഇത് മാത്രമാണ് എന്ന് പറഞ്ഞ് വിക്ടോറിയ ഡാനിയുടെ കോളർ അഴിക്കാനായി ശ്രമിച്ചപ്പോൾ ഡാനി പെട്ടെന്ന് പുള്ളിക്കാരിയെ തടഞ്ഞു. എന്നാൽ വിക്ടോറിയ പറയാണ്, നീ ഇപ്പോൾ പുതിയ ഒരു മനുഷ്യനാണ്, പണ്ട് നീ എങ്ങനെ ജീവിച്ചു എന്ന് നീ ഇപ്പോൾ ഓർക്കേണ്ട. എന്നിട്ട് പുള്ളിക്കാരി ഡാനിയുടെ കഴുത്തിലുള്ള കോളർ അഴിക്കുകയാണ്. ഡാനി ആളാകെ ഭയത്തിലാണ്. എന്നാൽ വിക്ടോറിയ ഡാനിയുടെ കഴുത്തിൽ ചുംബിച്ചു. ഡാനിക്ക് ഇപ്പോൾ ഭയങ്കര സന്തോഷമായി. സാം പിയാനോ നന്നാക്കാൻ ജോലിക്ക് പോകുമ്പോൾ കൂടെ അദ്ദേഹത്തിന് സഹായിയായിട്ട് ഡാനിയും പോകും. ജോലി കഴിഞ്ഞപ്പോൾ സാം ഡാനിക്ക് ശമ്പളം നൽകുകയാണ്. ഡാനിയുടെ ജീവിതത്തിലെ ആദ്യത്തെ സാലറിയാണ് ഇത്. അപ്പോൾ കാശ് കിട്ടിയപ്പോൾ ഡാനി ചോദിക്കാണ്, ഇത് വെച്ചിട്ട് ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന്. ഡാനിക്ക് കാശിന്റെ ഉപയോഗം എന്താണെന്ന് അറിയത്തില്ല. ഇത് വെച്ചിട്ട് നിനക്ക് എന്തും ചെയ്യാം, ഇത് നീ സമ്പാദിച്ചുണ്ടാക്കിയ കാശാണ് എന്ന് സാം ഡാനിയോട് പറയുകയാണ്. അങ്ങനെ തന്റെ ആദ്യത്തെ ശമ്പളത്തിന് ഷോപ്പിംഗ് ചെയ്യാനായി ഡാനി ചെല്ലുകയാണ്. അവിടുന്ന് ഡാനി തനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ക്യാപ്പ് വാങ്ങിച്ചു. എന്നിട്ട് തിരിച്ചു പോകുമ്പോൾ ഡാനി അറിയാതെ ഒരാളെ ഇടിച്ചു. അത് വേറെ ആരുമല്ല, ഗാങ്സ്റ്റർ ബാർട്ടിന്റെ ഡ്രൈവറാണ്. അദ്ദേഹം വെടിവെപ്പിൽ മരണപ്പെട്ടിട്ടില്ല. ഡാനിയെ അദ്ദേഹം കണ്ടപ്പോൾ ശരിക്കും ഷോക്കായി. നീ ഒരുപാടങ്ങ് മാറിയല്ലോ എന്നൊക്കെ അദ്ദേഹം ഡാനിയോട് പറയുന്നുണ്ട്. അതേപോലെ അദ്ദേഹം വളരെ മോശമായിട്ടാണ് ഡാനിയോട് സംസാരിക്കുന്നത്. പിന്നെ ഗാങ്സ്റ്റർ ബാർട്ടും വെടിവെപ്പിൽ മരിച്ചിട്ടില്ല. അദ്ദേഹം നിന്നെ അന്വേഷിക്കുകയാണ്, നീ എന്റെ കൂടെ വരണമെന്നൊക്കെ അവൻ പറഞ്ഞപ്പോൾ പറ്റത്തില്ല എന്ന് ഡാനി പറഞ്ഞു. ഓഹോ, അപ്പൊ നിനക്ക് പുതിയ ഒരു കുടുംബത്തെ കിട്ടിയല്ലേ? നീ വന്നിട്ടില്ലെങ്കിൽ നിന്റെ പുതിയ കുടുംബത്തെ ഞങ്ങൾ ചുട്ടുകൊല്ലുമെന്ന് അവന് ഡാനിയെ ഭീഷണിപ്പെടുത്തി. അങ്ങനെ ഡാനി ഗാങ്സ്റ്റർ ബാർട്ടിനെ കാണാൻ ചെന്നു. അദ്ദേഹം ഡാനിയെ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷിച്ചു. ഇങ്ങ് വാട മോനെ, നിന്നെ ഞാൻ എവിടേക്ക് അന്വേഷിച്ചെന്ന് അറിയോ? നീ ഇപ്പോൾ മിടുക്കനായല്ലോ. അപ്പോൾ ഡാനി അദ്ദേഹത്തോട് ഒരു ചോദ്യം ചോദിക്കുകയാണ്. അതായത്, നിങ്ങൾക്ക് എന്റെ അമ്മയെ അറിയുമോ എന്ന്. അപ്പോൾ ബാർട്ട് പറയാണ്, അമ്മയോ? നിനക്ക് അതിന് അമ്മയൊന്നുമില്ല. നിന്റെ അമ്മ നിന്നെ ഉപേക്ഷിച്ചിട്ട് പോയതാണ്. നിന്നെ ഞാനാണ് രക്ഷിച്ചത്. നിന്നെ വളർത്തി വലുതാക്കി ഈ നിലയിൽ എത്തിച്ചത് ഞാനാണ് മോനെ. നിന്നെ ഇനിയും ഉയരങ്ങളിലേക്ക് ഞാൻ എത്തിക്കുമെന്നൊക്കെ ബാർട്ട് ഡാനിയോട് പറയുന്നുണ്ട്. അദ്ദേഹം ഡാനിയെ കൂട്ടി ഇല്ലീഗൽ ഫൈറ്റ് നടക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയാണ്. ഡാനിയെ തല്ലിന് വിട്ടിട്ട് അദ്ദേഹത്തിന് കാശുണ്ടാക്കാൻ. യൂസുഫ് ബാർട്ടിനോട് പറയാണ്, ഡാനിയോട് പറയണം, ഇന്ന് പെട്ടെന്ന് തീർക്കാൻ പാടില്ല, കുറച്ചു നേരം ഫൈറ്റ് ചെയ്ത് പിടിച്ചു നിൽക്കണം, എന്നാലേ ബെറ്റിന്റെ തുക വലുതാവത്തുള്ളൂ. അങ്ങനെ അതൊക്കെ ബാർട്ട് ഡാനിയോട് പറയുകയാണ്. എന്നാൽ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾക്കൊക്കെ ഡാനി കൊടുത്തത് ഒരേ ഒരു മറുപടി മാത്രമാണ്, എനിക്ക് തല്ലിനു പോകേണ്ട, എനിക്ക് മറ്റുള്ളവരെ ഉപദ്രവിക്കേണ്ട. നീ മനുഷ്യനല്ല, നീ പട്ടിയാണ്, പട്ടി. അതുകൊണ്ട് നീ മനുഷ്യരെ ഉപദ്രവിച്ചാൽ ഒരു പ്രശ്നവുമില്ല, നീ അതിന് വിധിക്കപ്പെട്ടവനാണ്. മനുഷ്യരെ ഉപദ്രവിക്കുക, അതായിരിക്കണം നിന്റെ ഒരേ ഒരു ലക്ഷ്യമെന്നൊക്കെ ബാർട്ട് ഡാനിയോട് പറയുന്നുണ്ടെങ്കിലും ഡാനിയുടെ മറുപടി ഒന്നു തന്നെയാണ്, ഞാൻ ഫൈറ്റ് ചെയ്യത്തില്ല, ഞാൻ ആരെയും ഉപദ്രവിക്കില്ല. I don't want to hurt people anymore. അപ്പോൾ ബാർട്ട് വീണ്ടും വീണ്ടും ഡാനിയെ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. മോനെ, നീ ഞാൻ പറയുന്നത് കേൾക്ക്. ഇന്ന് നീ ഫൈറ്റ് ചെയ്താൽ നാളെ ഞാൻ നിനക്ക് ഈ നാട്ടിലെ തന്നെ ഏറ്റവും വില കൂടിയ പിയാനോ വാങ്ങിച്ചു തരും. ഇതൊക്കെ കേട്ടിട്ടും ഡാനി തന്റെ തീരുമാനത്തിൽ ഉറച്ചു നിന്നു. അപ്പോൾ ദേഷ്യം പിടിച്ച് ഗാങ്സ്റ്റർ ബാർട്ട് ഡാനിയെ റിങ്ങിലേക്ക് തള്ളിയിടുകയാണ്. എതിരാളി ഡാനിയെ തല്ലാനായി തുടങ്ങുകയും ചെയ്തു. പക്ഷെ ഈ ഫൈറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഡാനി തന്റെ എതിരാളിയെ തിരിച്ചടിക്കാനോ ഉപദ്രവിക്കാനോ ഒന്നും നിൽക്കുന്നില്ല. ബ്ലോക്ക് ചെയ്യുക മാത്രമാണ്
മാത്രമാണ് ഡാനി ഇവിടെ ചെയ്യുന്നത്. അവനെ കൊല്ല് കൊല്ല് എന്നൊക്കെ ഡാനിയോട് ദേഷ്യത്തിൽ ബാർട്ട് പറയുന്നുണ്ടെങ്കിലും അതൊന്നും കേൾക്കാൻ ഡാനി തയ്യാറല്ല. അദ്ദേഹം എതിരാളിയെ കൊല്ലാൻ വേണ്ടി ഡാനിക്ക് ആയുധം ഇട്ടുകൊടുത്തു. പക്ഷെ ഡാനി അത് എടുത്തിട്ടില്ല. എതിരാളിയാണ് അത് എടുത്തത് ഡാനിയെ കൊല്ലാൻ വേണ്ടി. എന്നിട്ടും അവന് ഡാനിയെ അറ്റാക്ക് ചെയ്യാൻ കഴിയുന്നില്ല. അവസാനം യൂസുഫ് ആണെങ്കിൽ ഫൈറ്റ് കൂടുതൽ ടഫാക്കാൻ വേണ്ടി 4 ഫൈറ്റേഴ്സിനെ കൂടി ഡാനിയെ തല്ലാനായി റിങ്ങിലേക്ക് അയക്കുകയാണ്. അവര് ഡാനിയെ ചവിട്ടി കൂട്ടുകയാണ്. അവസാനം ഡാനിക്ക് മനസ്സിലായി ഇനി തിരിച്ചടിച്ചിട്ടില്ലെങ്കിൽ ഇവന്മാര് തന്നെ കൊല്ലും. അങ്ങനെ ഡാനി തിരിച്ച് ഫൈറ്റ് ചെയ്യാൻ ആരംഭിച്ചു. ഒരു അടിപൊളി ഫൈറ്റ് സീൻ തന്നെയാണ് ഇത്. അങ്ങനെ അവസാനം ഡാനി അവരെയൊക്കെ പരാജയപ്പെടുത്തി. എന്നാൽ പരാജയപ്പെടുത്തിയാൽ മാത്രം പോരാ, അവരെ കൊല്ലണം, എന്നാലേ ബാർട്ടിന് കാശ് കിട്ടൂ. അവനെ കൊല്ല് കൊല്ല് എന്ന് ബാർട്ട് ഡാനിയോട് പറയുന്നുണ്ട്. എന്നാൽ ഡാനി കൊല്ലാൻ തയ്യാറല്ല. അപ്പോൾ ദേഷ്യം പിടിച്ച് ഗാങ്സ്റ്റർ ബാർട്ട് തോക്കെടുത്തിട്ട് ഡാനിയുടെ പരാജയപ്പെട്ട എതിരാളിയെ വെടിവെച്ച് കൊല്ലുകയാണ്. അപ്പോൾ ദേഷ്യം പിടിച്ചിട്ട് ഡാനി പറയാണ്, അന്ന് രാത്രി ബാർട്ട് ഡാനിയെ ക്രൂരമായിട്ട് മർദ്ദിച്ചു. ഞാൻ നിന്റെ യജമാനാണ്, നീ ഞാൻ പറയുന്നത് കേൾക്കണം, അല്ലെങ്കിൽ നിന്നെ ഞാൻ കൊന്നുകളയും. അവരെന്നിട്ട് ഡാനിയെ ആ പട്ടിക്കൂട്ടിൽ അടച്ചു. സോ ഇവിടെ ഡാനിയെ കാണാത്ത വിഷമത്തിലാണ് സാമും വിക്ടോറിയയും. രാത്രി ഡാനി കൂട്ടിൽ നിന്ന് പുറത്തിറങ്ങി. എന്നിട്ട് ബാർട്ടിന്റെ ഷെൽഫ് തുറക്കുകയാണ്. അതിൽ ഒരുപാട് ഫോട്ടോസ് ഉണ്ട്. അതിൽ ഡാനിയുടെ ചെറുപ്പത്തിലെ ഫോട്ടോ ഡാനിക്ക് കിട്ടി. അതേപോലെ വേറൊരു ഫോട്ടോയിൽ ഡാനി ചെറുപ്പത്തിൽ ഒരു സ്ത്രീയുടെ കൂടെ ഇരുന്ന് പിയാനോ വായിക്കുന്ന ഫോട്ടോയും ഡാനി കാണുകയാണ്. ആ സ്ത്രീ വേറെ ആരുമല്ല, തന്റെ അമ്മയാണ് എന്ന് ഡാനിക്ക് മനസ്സിലായി. സോ ഡാനിയുടെ മനസ്സിൽ ഇപ്പോൾ മുഴുവനും തന്റെ അമ്മയുടെ മുഖം മാത്രമാണ്. എന്നാൽ തന്റെ അമ്മക്ക് എന്താണ് സംഭവിച്ചത് എന്ന് മാത്രം ഡാനിക്ക് അറിയത്തില്ല. ഇവിടെ അവർ കാറിൽ ഒരു സ്ഥലം വരെ പോവുകയാണ്. വേറൊന്നിനുമല്ല, ബാർട്ടിന് വേണ്ടി തല്ലുണ്ടാക്കാനാണ് അദ്ദേഹം ഡാനിയെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. എന്നാൽ ഡാനി ഡ്രൈവറിനെ തല്ലുകയും കാറിന്റെ നിയന്ത്രണം വിട്ട് കാർ ക്രാഷ് ആവുകയും ചെയ്തു. ഡാനി ക്രാഷ് ആയ കാറിന്റെ പുറത്തു വന്നു. എന്നിട്ട് കഴുത്തിലെ കോളർ അഴിക്കുകയും രക്ഷപ്പെടുകയും ചെയ്തു. ഡാനി ഓടിച്ചെന്നത് സാമിന്റെ വീട്ടിലേക്കാണ്. എന്നിട്ട് അവർക്ക് തന്റെ അമ്മയുടെ ഫോട്ടോ കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ആ ഫോട്ടോയിൽ കാണുന്ന സ്ഥലം സാമിന് വിക്ടോറിയ വിശദീകരിച്ചു കൊടുത്തപ്പോൾ അത് ഏതാണ് സ്ഥലം എന്ന് സാമിന് മനസ്സിലായി. അതൊരു മ്യൂസിക് അക്കാഡമിയാണ്. ഡാനിയുടെ അമ്മയെ കുറിച്ച് അന്വേഷിക്കാൻ സാം ഡാനിയെ കൂട്ടി ആ മ്യൂസിക് അക്കാഡമിയിൽ ചെന്നു. അപ്പോൾ അവിടെയുള്ള ഈ പ്രായമായ സ്ത്രീക്ക് ആ ഫോട്ടോ കണ്ടപ്പോൾ തന്നെ ആളെ മനസ്സിലായി. വളരെ ബ്രില്യന്റ് ആയിട്ടുള്ള ഒരു മ്യൂസീഷ്യൻ ആയിരുന്നു പുള്ളിക്കാരി എന്നൊക്കെ ഈ സ്ത്രീ പറയുന്നുണ്ട്. പക്ഷെ ഒരു ദിവസം പെട്ടെന്ന് പുള്ളിക്കാരിയെ കാണാതെയായി. അതിനുശേഷം നമ്മൾ ആരും അവളെ കണ്ടിട്ടില്ല. അവരുടെ കയ്യിലുള്ള ഒരു ഫോട്ടോയും ആ സ്ത്രീ ഡാനിക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അമ്മയുടെ ഈ ഫോട്ടോ കണ്ടപ്പോൾ ഡാനിക്ക് തന്നെ ചെറുപ്പകാലം കുറച്ചൊക്കെ ഓർമ്മ വരുന്നുണ്ട്. ഇവിടെ വിക്ടോറിയ സ്കൂളിൽ നിന്ന് തനിച്ച് വീട്ടിലേക്ക് വന്നു. പുള്ളിക്കാരിയെ കൂട്ടാനായി സാമോ ഡാനിയോ ചെന്നിട്ടില്ല. ഡാനി വീട്ടില് അമ്മയുടെ ഫോട്ടോ നോക്കി സങ്കടത്തോടെ കിടക്കുകയാണ്. ആ ഫോട്ടോയിൽ അമ്മ പിയാനോ നോട്ട്സ് നോക്കി പിയാനോ വായിക്കുകയാണ്. അപ്പോൾ വിക്ടോറിയ പറയാണ്, നിന്റെ അമ്മ വായിക്കുന്ന മ്യൂസിക് നമ്മൾക്ക് ഒന്ന് വായിച്ചു നോക്കാം. അങ്ങനെ അമ്മയുടെ മ്യൂസിക് വിക്ടോറിയ വായിക്കുകയാണ്. അത് പുള്ളിക്കാരി പ്ലേ ചെയ്യുന്ന സമയം ഡാനിക്ക് ചെറുപ്പത്തിലെ കാര്യങ്ങളൊക്കെ മനസ്സിൽ വരുന്നുണ്ട്. സോ അന്ന് എന്താണ് സംഭവിച്ചത്, അതായത് ഡാനിയുടെ അമ്മക്ക് എന്താണ് സംഭവിച്ചത്. ഒരു ദിവസം അമ്മ പിയാനോ പ്ലേ ചെയ്യുകയായിരുന്നു. പെട്ടെന്ന് ആരോ വീട്ടിലെ കതക് തട്ടി. പേടിച്ചിട്ട് അമ്മ മോനെ അലമാരയുടെ അകത്ത് ഒളിപ്പിക്കുകയാണ്. അമ്മ കതക് തുറന്നു. അപ്പോൾ വന്നത് വേറെ ആരുമല്ല, ഗാങ്സ്റ്റർ ബാർട്ടാണ്. അദ്ദേഹം ഡാനിയുടെ അമ്മയോട് വളരെ മോശമായിട്ട് പെരുമാറുകയാണ്. അപ്പോൾ പുള്ളിക്കാരി അവിടെയുള്ള ഒരു ചെടിച്ചട്ടി എടുത്ത് അദ്ദേഹത്തിന്റെ തല കടിച്ചു പൊട്ടിച്ചു. അപ്പോൾ ദേഷ്യം പിടിച്ച ബാർട്ട് തന്റെ തോക്ക് പുറത്തെടുക്കുകയും ഡാനിയുടെ അമ്മയെ വെടിവെച്ച് കൊല്ലുകയും ചെയ്തു. ഇതൊക്കെ അലമാരയുടെ അകത്തിരുന്ന് ഡാനി കണ്ടു. ഡാനി പെട്ടെന്ന് അദ്ദേഹത്തെ തല്ലാനായി ഓടി വന്നു. എന്നാൽ ഗാങ്സ്റ്റർ ബാർട്ട് ഡാനി എടുത്ത് അവിടുന്ന് പോവുകയാണ്. അപ്പോൾ ഈ വിക്ടോറിയ അമ്മയുടെ മ്യൂസിക് പ്ലേ ചെയ്തപ്പോഴാണ് ഇതൊക്കെ ഡാനിക്ക് ഓർമ്മ വന്നത്. തന്റെ അമ്മയുടെ കൊലയാളി ആരാണ് എന്നും ഡാനി കണ്ടെത്തി. ഇവിടെ സൂപ്പർ മാർക്കറ്റിലെ മാഡി എന്ന സ്ത്രീയുടെ അടുത്ത് ഗാങ്സ്റ്റർ വന്നിട്ട് ഇവൻ എവിടെയാണുള്ളത് എന്നൊക്കെ തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തി ചോദിക്കുന്നത് കാണാം. ഇനി കഥയുടെ ക്ലൈമാക്സിലേക്ക് കടക്കാം. തന്നെ ഇവിടെ അന്വേഷിച്ച് ഗാങ്സ്റ്റർ എത്തുമെന്ന് ഡാനിക്ക് ഉറപ്പാണ്. അതുകൊണ്ട് ഡാനി പെട്ടെന്ന് സാമിനോടും വിക്ടോറിയോടും ഡ്രസ്സൊക്കെ പാക്ക് ചെയ്യാനായി പറയുകയാണ്, ഇവിടുന്ന് സ്ഥലം വിടാൻ. അപ്പോൾ അവർ ഇറങ്ങാനായി പോകുമ്പോൾ ഗാങ്സ്റ്റർ അവിടെ ഗുണ്ടകളുമായി എത്തിയത് ഡാനി ജനാലിലെ കൂടി കണ്ടു. തന്റെ അമ്മ തന്നെ അലമാരിൽ ഒളിപ്പിച്ചതുപോലെ ഡാനി സാമിനോടും വിക്ടോറിയയും അലമാരയുടെ അകത്ത് ഒളിപ്പിക്കുകയാണ്. എന്ത് സംഭവിച്ചാലും നിങ്ങൾ പുറത്തു വരരുത്, ഇത് ഞാൻ ഡീൽ ചെയ്തോളാം എന്ന് ഡാനി അവരോട് പറയുകയാണ്. ഇനി ക്ലൈമാക്സ് ഫൈറ്റ് ആണ്. അവിടെ ഡാനി പിടിക്കാനെത്തിയ ഗുണ്ടകളെയൊക്കെ ഡാനി തല്ലി പരാജയപ്പെടുത്തുന്നുണ്ട്. അത്രയും ആൾക്കാർ അവിടെ വന്നിട്ടും അവരെയൊക്കെ ഡാനി വളരെ നിസ്സാരമായിട്ടാണ് അടിച്ചിട്ടത്. അവസാനം ഡാനിയെ കൊല്ലാനായി ഗാങ്സ്റ്റർ തന്നെ നേരിട്ട് അവിടെ വന്നു. അദ്ദേഹം ഡാനിയുടെ നേർക്ക് തോക്ക് ചൂണ്ടി പല കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇതൊക്കെ അലമാരയുടെ അകത്തുള്ള സാമും വിക്ടോറിയയും കേൾക്കുന്നുണ്ട്. ഞാനാണ് നിന്നെ വളർത്തിയത്, നീ എന്നാൽ അതിന്റെ നന്ദി എന്നോട് കാണിച്ചിട്ടില്ല എന്നൊക്കെയാണ് ബാർട്ട് പറയുന്നത്. അവസാനം ബാർട്ട് തന്നെ തോക്ക് താഴെയിട്ടു. എന്നിട്ട്
ഡാനിയോട് പറയാണ്, നീ ഇതുവരെ ചെയ്തത് എല്ലാം ഞാൻ പൊറുത്തു. ഇനി നീ എന്റെ കൂടെ വാ. എന്റെ കൂടെ നീ വന്നിട്ടില്ലെങ്കിൽ നീ ഇപ്പോൾ നിന്റെ കുടുംബമായി കാണുന്നവരെയും ഞാൻ കൊന്നുകളയും. വെറുതെ അവരുടെ ജീവിതവും നീ കാരണം ഇല്ലാതെയാക്കാൻ നിൽക്കേണ്ട. അപ്പോൾ അതൊക്കെ കേട്ട് ഡാനി അദ്ദേഹത്തിന്റെ അടുത്തേക്ക് നടക്കുകയാണ്. ബാർട്ട് ഡാനിയുടെ കഴുത്തിൽ കോളർ ഇടാനായി നോക്കിയപ്പോൾ ഡാനി അത് തടഞ്ഞു. ശേഷം തന്റെ അമ്മയെ കൊന്ന ദേഷ്യത്തിൽ അദ്ദേഹത്തെ ഡാനി അടിച്ചിടുകയാണ്. അവസാനം ഗാങ്സ്റ്റർ ബാർട്ടിനെ ഡാനി കഴുത്തിനിരിച്ച് കൊല്ലാനായി ശ്രമിച്ചപ്പോൾ വിക്ടോറിയ ഒച്ചവെച്ചു. അപ്പോൾ സാം ഡാനിയെ തടയുകയാണ്. നീ ഒരു കൊലപാതകിയായി ജയിലിൽ കിടക്കേണ്ടവനല്ല, നീ ഇനിയും ഒരുപാട് ജീവിക്കാനുണ്ട് എന്നൊക്കെയാണ് സാം ഡാനിയെ തടഞ്ഞിട്ട് പറയുന്നത്. അപ്പോഴേക്ക് ഗാങ്സ്റ്റർ ബാർട്ട് ഡാനിയുടെ അമ്മയെ കുറിച്ച് വളരെ മോശമായിട്ടൊക്കെ പറഞ്ഞ് തന്നെ കൊല്ലാനായി ഡാനിയെ പ്രേരിപ്പിക്കുകയാണ്. എന്നാൽ ഗാങ്സ്റ്ററിന്റെ വായ അടപ്പിക്കാനായി സാം ചെടിച്ചട്ടി എടുത്ത് ഗാങ്സ്റ്ററിന്റെ തല കടിച്ചു പൊട്ടിച്ചു. ശേഷം വിക്ടോറിയയും സാമും ഡാനിയെ സമാധാനിപ്പിക്കുകയാണ്. കഥയുടെ അവസാനം വലിയ ഒരു മ്യൂസിക് ഇവന്റിൽ വിക്ടോറിയ പെർഫോം ചെയ്യുന്നത് കാണാം. എനിക്ക് വളരെയധികം വേണ്ടപ്പെട്ട ഒരാൾക്ക് വേണ്ടിയാണ് ഈ മ്യൂസിക് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നത് എന്ന് വിക്ടോറിയ പറഞ്ഞപ്പോൾ അത് ഉറപ്പായും താങ്കളാണ് എന്ന് ഡാനി സാമിനോട് പറയുകയാണ്. അപ്പോൾ സാം പറയാണ്, അത് ഞാനല്ല, അത് നീയാണ്. സോ വിക്ടോറിയ ഇവിടെ പെർഫോം ചെയ്യുന്നത് ഡാനിയുടെ അമ്മയുടെ മ്യൂസിക് ആണ്. അത് കേട്ട് ഡാനി ഭയങ്കര സന്തോഷത്തിലായി. ഇവിടെയാണ് കഥ അവസാനിക്കുന്നത്.